ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്നും സൂരജേട്ടൻ ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ്. എന്നെ ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ടോപ്പിക് എന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ ടോപ്പിക്ക്? ഇത് കണ്ടിരുന്നോ? മുത്താരം കുന്നിലേക്ക് സിബിയും ശിഷ്യരും. മുത്താരം കുന്ന് അങ്ങനെ സിനിമയല്ലേ, മുത്താരം കുന്ന് പിയോ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എന്താണ് അതിനെ പറ്റി? അതായത് ഈ സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ട് 40 വർഷമാവുകയാണ്. അപ്പൊ ഈ സിനിമ സിബി മലയിലെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ ഈ സിനിമയുടെ ഒരു ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് ഇവര് സിബി മലയിലും അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നവരും ഒക്കെ കൂട്ടായ്മ എല്ലാവരും കൂടിയിട്ട് അവരൊന്ന് ഒരുമിച്ചൊന്ന് കൂടുന്നു. അതെ. അപ്പൊ നമ്മുടെ ലാലേട്ടനാണ് അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണത്. അപ്പൊ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അതിന്റെ കഥ? ഒരു പോസ്റ്റ് ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കത്ത്, അതല്ലേ ഒരു ബേസിക്. ഈ സിനിമ ഇപ്പൊ വീണ്ടും ചർച്ചയാവാൻ കാരണം രേഖാചിത്രം സിനിമയാണ്. രേഖാചിത്രം കണ്ടില്ല? രേഖാചിത്രത്തില് ഒരു മമ്മൂട്ടി ഫാനായിട്ടുള്ള ഒരു പെൺകുട്ടി മമ്മൂട്ടിക്ക് കത്ത് എഴുതുന്നത് മമ്മൂട്ടി ചേട്ടൻ, അതായിരുന്നു ഈ ഒരു സിനിമയുടെ ഒരു രേഖാചിത്രമായിട്ടുള്ള ഒരു കണക്ഷൻ. ശരിക്കും ഈ ഒരു സിനിമ സിബി മലയിലെ ആദ്യത്തെ സിനിമയാണ്. അതായത് സിബി മലയില് നമ്മുടെ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ, ലാലേട്ടൻ്റെ മഞ്ഞ് വിരിഞ്ഞ പൂക്കളിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. ഫാസിലിന്റെ അസിസ്റ്റന്റായി, പിന്നെ അസോസിയേറ്റായി, പ്രിയദർശന്റെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഓടരുതമ്മാമ ആളറിയാം, ഈ സിനിമയിലൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വളരെ തിരക്കേറിയ ഒരു അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെ സിബി മലയിൽ ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി പുള്ളിക്ക് ഇങ്ങോട്ട് ഒരു ഓഫർ വന്നു. അത് ശരിക്ക് ഈ സിനിമ അല്ലായിരുന്നു ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. ശരിക്ക് നമ്മുടെ മരിച്ചുപോയ നടൻ ശ്രീനാഥ് എന്ന് പറഞ്ഞൊരു നടനെ അറിയോ? നമ്മുടെ തൂവാന തുമ്പികളിലും കിരീടത്തിലൊക്കെ ലാലേട്ടന്റെ ഫ്രണ്ടായിട്ട് ശ്രീനാഥ് അന്നത്തെ കാലത്ത് ഒരു നായക നടൻ തന്നെയാണ്. ശ്രീനാഥ് ഒരു ദിവസം ഇങ്ങനെ സിബി മലയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്, ഒന്ന് വന്ന് കാണണം, സിബിനെ വെച്ച് ഒരു സിനിമ ചെയ്യും. അപ്പോൾ സിബി മലയിൽ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും പുള്ളിക്കാന്നില്ല. പക്ഷെ അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സ് നല്ല അസോസിയേറ്റ്സ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് വരും. അതായത് ഒന്നെങ്കിൽ ആക്ടേഴ്സ് ഡേറ്റ് കൊടുക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അന്വേഷിച്ചിട്ട് ആരാണ് മിടുക്കനായ ഒരു അസോസിയേറ്റ് എന്ന് അറിഞ്ഞിട്ട് ഡേറ്റ് കൊടുത്ത് അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ശ്രീനാഥ് പറഞ്ഞു ഒരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട് സിനിമ ചെയ്യാൻ എന്നും പറഞ്ഞിട്ട് സിബി മലയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഒരു 2 പേരുണ്ട്. അതിൽ ഒരാൾ പറഞ്ഞു, ഇത് എൻ്റെ ബ്രദറാണ്, ഇദ്ദേഹം പ്രൊഡ്യൂസറാണ്, സുബ്രഹ്മണ്യൻ എന്നാണ് പേര്. ആ പറഞ്ഞ ആള് ആയിരുന്നു നമ്പി നാരായണൻ, സയന്റിസ്റ്റ്. അപ്പോൾ നമ്പി നാരായണന്റെ ബ്രദറാണ് എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അദ്ദേഹം എനിക്ക് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പ്രൊഡ്യൂസർ സിബി മലയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ആദ്യത്തെ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞു. അങ്ങനെ സിബി മലയിൽ രഘുനാഥ് പല്ലേരി, സിബി മലയുടെ അടുത്ത സുഹൃത്തായി രഘുനാഥ് പല്ലേരി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു സിനിമ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവരൊരു കഥയൊക്കെ രൂപമാക്കി. മോഹൻലാലും റഹ്മാനും വരുന്നു ആ സിനിമയിൽ ഹീറോസ് ആയിട്ട്. അങ്ങനെ ഇവരെല്ലാ എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്തു, ഇവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ ആ സിനിമ നടന്നില്ല. കാരണം അവർ മോഹൻലാലും റഹ്മാനൊക്കെ നല്ല തിരക്കായതുകൊണ്ടായിരിക്കും അവർക്ക് ആ പ്രൊജക്ട് അപ്പൊ അവർ സംഭവിച്ചില്ല. അപ്പൊ പ്രൊഡ്യൂസർ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്റ്റാർസ് വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളൂ, അത് താരങ്ങൾ വേണ്ട, പുതിയ ആൾക്കാരായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു.